സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മുടെ പയരിക്കുന്ന TSW 1212S4 അല്ലെങ്കിൽ 1212S4 എന്ന് പറയുന്ന സബ്വൂഫറിൻ്റെ ആണ്. പുതിയൊരു മോഡലാണ് നമ്മുടെ 1211S4ൻ്റെയും 1211D4ൻ്റെയും കഴിഞ്ഞവർ ഇറക്കിയ ഒരു പുതിയ മോഡലാണ്. സോ കുറച്ച് നാളായി ഇതിപ്പം ഇവിടെ വന്നിട്ട് നമ്മളിത് ഡീറ്റെയിൽഡ് റിവ്യൂ ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അൺബോക്സിങ്ങുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ കുറച്ച് നമ്മൾ ചെയ്യുന്ന ആംപ്ലിഫയേഴ്സിനകത്തും അതുപോലെ തന്നെ ബോക്സിനകത്തൊക്കെ കുറച്ചധികം അപ്ഡേഷൻ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. അതുപോലെ നമ്മളിനി തുടച്ചിട്ട് ഇടുന്നതായിരിക്കും. കാര്യം വെച്ചാൽ നമുക്ക് ഈ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പുറകെയല്ലായിരുന്നു. അപ്പം പ്രകടമായ മാറ്റങ്ങൾ അതുപോലെ തന്നെ വിലയ്ക്കകത്തൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. കാര്യം സാധനങ്ങളുടെ വില ഒരുപാട് കൂടിയുണ്ട്. നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് വില വ്യത്യാസ സാധനങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ അപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ടു ദ വീഡിയോ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് ആ മണി നേച്ച് അടിച്ചേക്ക്. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പയനിയറിൻ്റെ TSW 1212S4 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് ഡബിൾ വോയിസ് കൂലും വരുന്നുണ്ട്, 1212D4 എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഒരു കമ്പൗണ്ട് സബ്വൂഫറാണ്. ചാമ്പ്യൻ സീരീസ് കിട്ടുന്നൊരു സബ്വൂഫറാണ്. ഇതിൻ്റെ മുന്നേ ഇറങ്ങിയൊരു മോഡലാണ് 1211D4 അല്ലെങ്കിൽ 1211S4. അതിൻ്റെ ഇൻ്റർനാഷണൽ മോഡലായിരുന്നു TSW 311S4ഉം 311D4. അപ്പോൾ ആ രണ്ട് സബ്വൂഫറും ഇപ്പോൾ പയനിയർ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ തന്നെ അതിപ്പം ഓൾഡ് സ്റ്റോക്ക് എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ തന്നെ നമുക്കത് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഈ ഒരു സബ്വൂഫർ മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. നമുക്ക് കിട്ടുന്ന കൂടുതലും മെയ്ഡ് ഇൻ വിയറ്റ്നാമും അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ജപ്പാനൊക്കെ വരുന്നുണ്ട്, ടോക്കിയോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പാക്കേജിലായിട്ടാണ് പയനിയർ ഇപ്പം പുതിയ സബ്വൂഫർ വന്നിരിക്കുന്നത്. പഴയ സബ്വൂഫറിൻ്റെ പാക്കേജിങ്ങുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല സബ്വൂഫറിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളും പെർഫോമൻസും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ പുറത്തുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. സോ ഫ്രണ്ട്സ്, അപ്പം ഈ ഒരു സബ്വൂഫറിൻ്റെ മുൻഗാമിയായിരുന്ന പയനിയറിൻ്റെ TSW 1211S4 എന്ന് പറയുന്ന സബ്വൂഫറിൻ്റെ കാട്ടിലും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സബ്വൂഫർ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ സബ്വൂഫറിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ആകെ മൊത്തമുള്ള ഒരു പെർഫോമൻസിനകത്ത് പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പഴയ സബ്വൂഫർ ഉപയോഗിച്ചിരുന്നവർക്കറിയാം കുറച്ച് ലൗഡ്നെസ് കുറവായിരുന്നു ആ സബ്വൂഫറിന്. നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല ഹൈ പവറുള്ള ആംപ്ലിഫയർ കൊടുത്താൽ പോലും 1211D4 നിന്ന് നമുക്ക് ഒരു വലിയൊരു വോളിയം നമുക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ അവർ ലൗഡറും ഡീപ്പറുമായിട്ടുള്ള ബാസിന് വേണ്ടിയും അവർ കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു സബ്വൂഫറിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഇപ്പം കോളിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സ്പെക്കിലേക്ക് പോകുകയാണെങ്കിൽ അത് വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ RMS വാട്ട് എന്ന് പറയുന്നത് 500 വാട്ടാണ്. അതുപോലെ തന്നെ മാക്സിമം ഇതെന്ന് പറയുന്നത് മാക്സിമം പവർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് 1600 വാട്ടാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 92 dB ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 1.6 kHz വരെയുണ്ട്. ഇവിടെയാണ് പ്രകടമായൊരു മാറ്റം വന്നേക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സബ്വൂഫർ, അതായത് ഇതിൻ്റെ മുന്നേ വന്നിരുന്ന 1211S4 നമുക്ക് 20 ഹെഡ്സ് ടു 120 130 ഹെഡ്സ് ആയിരുന്നു അതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലോ ആയിട്ടുള്ള ഫ്രീക്വൻസികൾക്ക് നല്ല റെസ്പോൺസ് തരികയും പക്ഷേ ലൗഡറായിട്ടൊരു മിഡ് ബാസ് ഏരിയയിലേക്ക് അതിന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസ് ഇല്ലാത്തൊരു സബ്ബായിരുന്നു അത്. സോ ഈ ഒരു സബിൻ്റെ പ്രൈസ് റേഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ 7590 ഇപ്പോൾ ഇതിനകത്ത് MRP അടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഓൾഡ് സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ പുതിയ സ്റ്റോക്കിനകത്ത് ഏകദേശം 9000+ MRP വന്നിട്ടുണ്ട്. അതനുസരിച്ച് റീറ്റെയിൽ പ്രൈസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇതാണ് നമ്മുടെ സബ്വൂഫർ. ഇതിൻ്റെ ഒരു പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബിനകത്ത് മാറ്റം വന്നേക്കുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് മാറിയതോടെ തന്നെ ഇതിൻ്റെ ആ ഒരു ലോ ഫ്രീക്വൻസി എടുക്കാനുള്ളൊരു കപ്പാസിറ്റിയും കൂടി, എന്നാൽ ഹൈ ഫ്രീക്വൻസി ഉള്ളൊരു റെസ്പോൺസും കൂടി, ഓവറോളിന് ടോട്ടൽ വോളിയം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഈ ഒരു സബ്വൂഫറിൻ്റെ. സോ ഫ്രണ്ട്സ്, അപ്പോൾ അത് അൺബോക്സിങ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. നമുക്ക് എയർ സീലാക്കാൻ വേണ്ടിയിട്ടുള്ളത്, എയർ ലീക്കേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സബ്വൂഫറിനകത്ത് യൂസ് ചെയ്യുന്നൊരു ടേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും വാറണ്ടി കാർഡും മറ്റു കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പെക്കും കാര്യങ്ങളും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഷീറ്റ് എന്നോട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പയനിയർ എടുക്കുമ്പോൾ നോക്കി മേടിക്കണം, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട്. സോ എപ്പോഴും പ്രോപ്പറായിട്ടുള്ള വാറണ്ടി കാർഡ് ഉള്ളൊരു ഐറ്റം നോക്കി മാത്രം മേടിക്കുക. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു
എന്താ ഡീലേഴ്സിൻ്റെ നിന്ന് മാത്രം, അല്ലെങ്കിൽ ഓൺലൈൻ മേടിച്ചാലും ഇപ്പം പനിയറും സോണിയൊന്നും വാറണ്ടി കിട്ടുന്നതിനും ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ഡീലറിൻ്റെ നിന്ന് മാത്രം ഇത് മേടിക്കാൻ നിൽക്കുക. സോ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒന്നാണ് ഇതിൻ്റെ ഒരു സ്ക്രൂ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. സബ് ഊഫറിനകത്ത് നല്ല പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. ഈ ടൈപ്പ് ഉള്ളൊരു സബ് ഊഫർ നമുക്ക് ഒരുപാട് പനിയർ തന്നിട്ടുണ്ട്. ഇപ്പം 304R എന്ന് പറയുന്നത് ഇതേപോലെ ഒരു മോഡലായിരുന്നു. പക്ഷേ ഈ ഹണികോം ഡിസൈൻ വന്നേക്കുന്ന ഒരു സബ് അവർക്ക് വേറെ സബ് ഒരു 15,000 വരുന്നൊരു സബ് ഊഫറുണ്ട്. അപ്പോൾ അതിന് അതേപോലൊരു ഹണികോം ഡിസൈൻ വരുന്നൊരു ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എഡ്ജസ് എല്ലാം പഴയ സബിന് കണക്ക് തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് മാറ്റം വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു അതിൻ്റെ കോണിനകത്ത് ഒരു പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. പൈനിയറിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാമ്പ്യൻ സീരീസ് എന്നുള്ളൊരു അവരുടെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ പഴയ 1211 D4 വന്നിരുന്ന അതേപോലെ തന്നെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഷീൽഡിനകത്താണ് ഈ ഒരു സബ് ഊഫർ വന്നിരിക്കുന്നത്. മാഗ്നറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു കവറിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സബ് ഊഫറിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ അവർ നേരത്തെ പഴയ ഒരു എല്ലാ മോഡലിലും അവർക്ക് അങ്ങനെ ഒരു ബാഡ്ജിങ്ങും എംബ്ലവും അതിൻ്റെ എഴുത്തും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ പയനിയർ എന്നുള്ള പേരുണ്ട്. 4 ohm സിംഗിൾ വോയിസ് കോയിൽ, 1600 വാട്ട് പീക്ക്, 500 വാട്ട് RMS സിംഗിൾ വോയിസ് കോയിലാണ്. ചാമ്പ്യൻ സീരീസാണ് സബ് ഊഫേഴ്സ്. സോ നല്ല രീതിയിലുള്ളൊരു കണക്ടറാണ് കൊടുത്തിരിക്കുന്നത്, പുഷ് കണക്ടറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ നമ്മൾ ബിൽഡ് ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 1211 D4ൻ്റെ S4ൻ്റെ അത്ര നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിനില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ബാക്കിലെ ആ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിന് അത്ര ഒരു ക്വാളിറ്റി എനിക്ക് മറ്റേ പഴയ സബ് ഊഫറായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മൾ തട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും, ചെറിയൊരു ഇളക്കമുള്ള പോലെ തോന്നും, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓവറോൾ നല്ലൊരു സബ് ഊഫറാണ്. പഴയ സബ് ഊഫറിനെ തന്നെ ഇൻസ്പയർ ചെയ്ത് അവർ പുതിയൊരു മോഡൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഡയഫ്രത്തിലേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പൈഡറിലേക്കൊക്കെ നോക്കുമ്പോഴേക്കും പഴയതുമായിട്ട് വളരെയധികം സാമ്യമുള്ള തോന്നും. നല്ല വെയിറ്റ് ഉള്ളൊരു സബ് ഊഫറാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു പവർ ഹാൻഡിൽ ശേഷിയുള്ളൊരു വലിയ സബ് ഊഫറാണിത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ലുക്കിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്പ്രിംഗ് സോക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോർമലി കിട്ടുന്ന സ്പ്രിംഗ് സോക്കറ്റ് കണക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്പ്രിംഗ് സോക്കറ്റാണ്. അത് അതിൻ്റെ ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഏരിയയിലെടുത്താണ്. സോ ഷോർട്ട് ആവാനുള്ള ചാൻസുകളൊന്നും തന്നെ ഇല്ല. നല്ലൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ബാക്കിൽ അതിൻ്റെ ബാഡ്ജിങ് ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെയ്ഡ് ഇൻ വിയറ്റ്നാം സബ് ഊഫറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ടിപ്പിക്കലി അതിൻ്റെ ആ ഒരു പഴയ സബ് ഊഫറിൻ്റെ ആ ഒരു രീതി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബാസ്ക്കറ്റ് ഇതിനകത്ത് അവർ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ എന്തോ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇതിൻ്റെ തൊട്ട് താഴത്തുള്ള മോഡലായ 1202 S4-നകത്ത് ഒരു തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു ബാക്ക് സൈഡ് പോലെ നമുക്ക് തോന്നും. കാര്യം പഴയ സബ് ഊഫറിൻ്റെ കുറച്ചുകൂടെ കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള ഒരു ബാക്ക് കവറായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് എന്തോ ഒരു സംതിങ് മിസ്സിങ് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കാര്യം അത് വിറയലോ കാര്യങ്ങളോ അങ്ങനത്തുള്ള വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. പെർഫെക്റ്റ്ലി ഫിക്സ്ഡ് തന്നെയാണ്. നമുക്ക് ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പഴയ സബ് ഊഫർ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്, അതായത് ഡീറ്റെയിൽ ലുക്ക് എന്ന് പറയുന്ന സബ് ഊഫറിൻ്റെ. സോ അടുത്തത് നമ്മൾ തന്നെ സ്പൈഡറിലേക്ക് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി നേരത്തെ വന്നോണ്ടിരുന്ന 1211 D4-ൽ വന്നിരുന്ന ഡിറ്റോ കണക്കുള്ള ആ ഒരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് റോസ് കളറിൽ വരുന്ന അതേ ഒരു ഫ്ലാറ്റ് സ്പൈഡറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. സോ ഇതിനകത്ത് ആ ഒരു സ്പൈഡറിനകത്ത് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. അതേപോലത്തുള്ള സ്പൈഡറാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ലീഡ് വയറും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡയഫ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓവറോൾ ചേഞ്ച് വന്നിട്ടുള്ളത്. സോ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സബ് ഊഫറിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളിത് യൂസ് ചെയ്തത് 8 ട്രാൻസ്ഫർ ബോർഡിലും 6 ട്രാൻസ്ഫർ ബോർഡിലും നമ്മൾ കൊടുത്തു നോക്കിയിട്ടുണ്ട്. 8 ട്രാൻസ്ഫർ ബോർഡിൽ 400 വാട്ട് അടുപ്പിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ 400-ന് പ്ലസ് കിട്ടുന്ന ഒരു ഇതിനകത്ത് വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. പഴയ പയനിയറിൻ്റെ സ്വഭാവമല്ല ഈ ഒരു സാധനത്തിന്. അതിനകത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. JBLൻ്റെ കൂട്ടൊരു പെർഫോമൻസ് ഇപ്പോൾ തരുന്നുണ്ട്. വളരെ നല്ലൊരു സബ് ഊഫറാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.